ഗായ്സ്, അപ്പം ആട് 3 മൂവിയുടെ റിവ്യൂ ആണ്. ആദ്യം തന്നെ പറയട്ടെ, ഫസ്റ്റും സെക്കൻഡും എനിക്ക് ഇഷ്ടപ്പെട്ട അതൊരു കൾട്ട് സാധനമാണ്. 3 വന്നപ്പം എൻ്റെ പ്രതീക്ഷകളൊക്കെ അട്ടിമറിച്ചു. ബിക്കോസ് അത്രയ്ക്ക് മോശം പടമാണ്. ബിക്കോസ് റിവ്യൂവേഴ്സ് എല്ലാവരും നല്ലതെന്ന് പറയുന്നത്, പക്ഷേ അതൊക്കെ പെയ്ഡാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് അത്രയ്ക്ക് ശോകമായിരുന്നു പടം. ഇതിലെ കുറച്ച് പോസിറ്റീവ്സ് ഞാൻ പറയാം. വിനായകൻ ഡൂഡിൻ്റെ ഒരു എൻട്രി ഉണ്ട് ഹെലികോപ്റ്റർ ഷോട്ടിൽ, അത് കൊള്ളായിരുന്നു. പിന്നെ ഐറ്റം ഡാൻസ് കുഴപ്പമില്ലായിരുന്നു, അതും കൊള്ളായിരുന്നു. പിന്നെ ഒരു ഫോറിൻ ഒരു വില്ലൻ ഒരു പുള്ളിക്കാരി ഉണ്ടായിരുന്നു. പുള്ളിക്കാരിയുടെ സ്റ്റണ്ടും പരിപാടിയൊക്കെ നൈസായിരുന്നു. ആദ്യം തന്നെ മിഥുൻ മാനുവൽ തോമസിന് കുറച്ച് ഓവർ കോൺഫിഡൻസ് ഉണ്ട്. പുള്ളിയുടെ ഓസ്ലർ ആണെങ്കിലും ഓക്കെ ഇഷ് ടർബോ പൊട്ടി അങ്ങനെയുള്ള ചില പടങ്ങളിൽ നമ്മൾ അത് തൊടല്ലേ. ഇപ്പം എന്തുവാ ആട് 1 and 2 അതുപോലെ തന്നെ ഇടും. ഇനി 3 വന്ന് വൻ ശോകമായിരുന്നു. ലൈക്ക് എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. നമുക്ക് ചിരിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് പോയിട്ട് എനിക്ക് ചിരിക്കാനായിട്ട് പറ്റുന്നില്ല. അത്രയ്ക്ക് ശോകം പരിപാടിയാണ്. പിന്നെ ബഡ്ജറ്റിൻ്റെ കാര്യം, ഇത് കണ്ടാൽ തന്നെ അറിയാം, ഇത് പൊട്ടനും മനസ്സിലാവും ഇത് ഭയങ്കര ഹൈ ബഡ്ജറ്റ് സാധനമൊന്നുമല്ല. മിക്കതും സെറ്റിട്ട് അവർ ചെയ്യുന്നു. ആൻഡ് എനിക്കറിയത്തില്ല ഇത്രയും ആൾക്കാർ ഇത് നല്ലതെന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. 1ഉം 2ഉം ഓക്കെ, ഇതാകുമ്പം പിന്നെ കുറേ ലാഗ് പരിപാടിയുണ്ട്. ഞാനവർക്ക് പുല്ലിയത് തീരുന്നില്ല എന്നാണ്. അമ്മാതിരി ലാഗുണ്ട് ഈ ടൈം ലൈൻ പരിപാടി. ലൈക്ക് വൺ ശോകമായിരുന്നു. അവസാനം ക്ലൈമാക്സ് ഒക്കെ എങ്ങനെയോ അവർ തട്ടിക്കൂട്ടി ഒരു സെറ്റപ്പാണ്. ബട്ട് ആട് 1 and 2 കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വൻ ശോകമായിരുന്നു. പിന്നെ വിനായകനും ഒരു കഴുതയായിട്ടുള്ള ആൻ്റണി എന്നാണ് കഴുതയുടെ, എന്ത് വെറുപ്പിക്കുന്ന സീനാണ് ഇതൊക്കെ. ചുമ്മാ തട്ടിക്കൂട്ടി എന്തൊക്കെയോ ഇങ്ങനെ ചെയ്യുന്നു. ഇതിൽ ആരും ഇത് മോശമെന്ന് എന്നാ പറയാത്തതെന്ന് എനിക്ക് സംശയമാണ്. നമ്മളിങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും നല്ലതെന്നാണ് പറയുന്നത്. അത് ഇറ്റ്സ് എ പാറ്റേൺ, മനസ്സിലായില്ലേ? ചില ആൾക്കാർ നല്ലതെന്നേ പറയാൻ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു രീതിയാണ്. പക്ഷേ എനിക്ക് പടം ഒട്ടും വർക്കായില്ല. ഇനി ഇതിൻ്റെ ഒരു പാർട്ട് 2 വരുന്നുണ്ട്. അതിനേക്കാളും ഒരു ശോക പടമായിരിക്കും. ആൻഡ് ആട് 3 ലൈക്ക് OTT വരുമ്പോൾ കണ്ടാൽ മതി. അത് തിയേറ്ററിൽ പോയി കാണാനുള്ള ഒന്നും പടത്തിലില്ല, വൻ ശോകമാണ്.